വൈഫിനെ പറ്റി ഇപ്പം സംസാരിക്കുകയാണെങ്കിൽ ഞാൻ വിചാരിച്ചത് സിദ്ധാർത്ഥ് ഇവിടെ കേരളത്തിൽ മലയാളം അറിയുന്ന അവിടെ പോയതിന് ശേഷം ഇങ്ങനെ ആയിട്ടൊരു ആളാണെന്ന. വൈഫ് മലയാളി അല്ലെന്ന് എനിക്ക് നേരത്തെ അറിയാം. പക്ഷെ മലയാളം പഠിപ്പിച്ചോ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും ഞാനും മലയാളി അല്ല എന്നാണ് എന്നോട് പറഞ്ഞത്. ഞാനും ഇപ്പോഴൊക്കെയാണ് ഞാൻ ഇങ്ങനെ ഇത്രയെങ്കിലും സംസാരിക്കാൻ പറ്റുന്നത്. കാരണം ഞങ്ങൾക്ക് മലയാളികൾക്ക് തോന്നിയിട്ടേ ഇല്ല മലയാളം അറിയില്ല അല്ല മലയാളി അല്ല എന്നുള്ള കാര്യം. പക്ഷെ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മള് വീട്ടിൽ മലയാളം സംസാരിക്കുമ്പോഴാണ് കുറച്ചും കൂടി ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുക. ഞങ്ങൾ വീട്ടിൽ സംസാരിക്കുന്നത് ഹിന്ദിയാ, അച്ഛനമ്മയുടെ കൂടെ ഹിന്ദിയാണ് സംസാരിക്കുന്നത്. അപ്പൊ അത് കാരണമാണ്. പക്ഷെ ഒരു നല്ല സംഭവം ചെയ്തെന്ന് പറഞ്ഞാൽ, ഞാൻ സ്കൂളിൽ പഠിച്ചത് അതൊരു സൗത്ത് ഇന്ത്യൻ സ്കൂളായിരുന്നു. അപ്പൊ അവിടെ 8, 9, 10th എല്ലാം ഞങ്ങൾക്ക് ഹാഫ് മലയാളം ഹാഫ് ഹിന്ദി എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അച്ഛന് ഉണ്ടായിരുന്നു ഞാൻ മലയാളം പഠിക്കണം. അപ്പൊ എനിക്ക് എഴുതാനും വായിക്കാനും അറിയാം. എഴുതാനും വായിക്കാൻ അറിയാം. അതെനിക്കറിയാം. സംസാരം അത്ര ഇല്ല, കാരണം യൂസ് ടു ഹിന്ദിയാണ്. അപ്പൊ എന്റെ തോട്ടൊക്കെ പോകുന്നത് ഇംഗ്ലീഷിലും ഹിന്ദിയിലൊക്കെയാണ്. അതെ, സോ സംസാരം കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇവിടെ ഞാൻ ഇങ്ങനെ ഒരു 1 month ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുമ്പോൾ ആ ഫ്ലുവൻസി കൂടുന്നുണ്ട്.